ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടല് വളച്ച ആളുടെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് വി ഡി സതീശൻ എന്നാണ്. വിനായക് ദാമോദർ സതീശൻ, വിനായക് ദാമോദർ സതീശൻ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന പേരാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരത്തെക്കുറിച്ച് വളരെ മോശം പരാമർശമാണ് വി ഡി സതീശൻ ഇന്നുണ്ടായത്. 10 വർഷം കൊണ്ട് 9,000 കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ സതീശനെ വെല്ലുവിളിക്കുകയാണ്. കൃത്യമായി പരീക്ഷ നടത്തിയ ഒരു ഗവൺമെൻറ് ഏതെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകം കൃത്യമായി പ്രിൻ്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് എത്തിച്ച ഗവൺമെൻറ് ഏതെന്ന് ഞാൻ സതീശനെ വെല്ലുവിളിക്കുക. ഇന്ത്യ രാജ്യത്ത് മൊത്തം വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിച്ച് നോക്കിയപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന കാലഘട്ടം ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഓർമ്മ സതീശനുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടേക്ക് എന്താണ് നടക്കുന്നത്? എന്നെ സംഘപരിവാർ കൂട്ടിക്കെട്ടി സംഘിക്കുട്ടി എന്നാണ് ഇന്ന് പ്രസംഗിച്ചത്. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ രാഷ്ട്രീയ നിലപാടൊക്കെ ആവാം, രാഷ്ട്രീയം പറയുകയും ചെയ്യാം. പക്ഷെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുന്നത് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. കേരളത്തിൽ ആരെങ്കിലും ഞാൻ RSSനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ RSSനെതിരായിട്ട് ഇഞ്ചിന് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശൻ വള്ളിനിക്കലോട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക. അപ്പം അതുകൊണ്ട് അത്ര എണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ ചരിത്രം ഞാൻ തന്നെ ഇത് പറയുന്നില്ല. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടല് വളച്ച ആളുടെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് വി ഡി സതീശൻ എന്നാണ്. വിനായക് ദാമോദർ സതീശൻ, വിനായക് ദാമോദർ സതീശൻ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന പേരാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല.